നമസ്കാരം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് രാജ്കുമാർ. ട്രാൻസ്പോർട്ട് ബസ്സിൽ ഈ വരുന്ന 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടതിൽ പ്രതികരിക്കുന്നില്ല, സംഘടനയുടെ അഭിപ്രായം എന്താണെന്ന്. വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടാൽ പോരല്ലോ. രാഹുൽ ഈശ്വർ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നു, അത് അദ്ദേഹത്തിന് കാശ് കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിലൊരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് ഒരു കാര്യം ചെയ്തങ്ങ് ഒരു വീഡിയോ ചെയ്ത് കളഞ്ഞാൽ പോരാ. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ, ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഞങ്ങൾ തീരുമാനിച്ചത്, ഫസ്റ്റ് നിവേദനം കൊടുക്കുന്നതോടൊപ്പം നമ്മളത് കോടതിയിൽ പോകണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ശാസ്തമംഗലം അജിത് കുമാർ സാറിന്, അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ പ്രശസ്തനായിട്ടുള്ള വക്കീലാണ്. 10-25 വർഷം 20 വർഷത്തിന് മുന്നേ അദ്ദേഹം ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച വ്യക്തിയെ നിഷ്പ്രയാസം ഇറക്കിക്കൊണ്ടുവന്ന വെറുതെ വിടിയിച്ച ഒരു കഴിവുള്ള ഒരു അഡ്വക്കേറ്റാണ്. ഞാൻ അന്ന് മുതൽ 10-20 വർഷം മുതൽ അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അത്രയും കഴിവുള്ളൊരു ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കയറാൻ ആർക്കാണ് എന്താ പറയുക ആത്മാർത്ഥമായിട്ട് മനസ്സുള്ളത്? ഞാനിങ്ങനെ പലരെയും സംസാരിക്കുന്നുണ്ട്, അവരോടൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ശാസ്ത്രജ്ഞ രാജ്കുമാർ സാറുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു, ഹൈക്കോടതിയിൽ പോകാൻ നമുക്ക് വേണ്ടത് ചെയ്യാം. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഇപ്പോൾ എല്ലാ ബസ്സുകളിലുമല്ല, നമ്മുടെ ഓർഡിനറി സിറ്റി സർവീസിൽ മാത്രം ഫ്രീ ടിക്കറ്റ് ഉള്ളൂ എന്നുള്ളത് വരുന്നത്. ഞാൻ ഒരുപക്ഷെ വിചാരിച്ചത് നടക്കില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. അത് ക്യാൻസൽ ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ കാര്യം പറഞ്ഞു പോയല്ലോ, അത് മനസ്സിലായില്ലേ? ഒരു കാര്യവുമില്ലാതെ രാഹുൽ ഗാന്ധി ഒരു മണ്ടത്തരം വിളിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് കേരളത്തിലെ ജനതയെക്കുറിച്ച് അറിയില്ലല്ലോ. ഇവിടെ ഫ്രീ കൊടുത്തിട്ടല്ല ഒരു കാര്യവും നേടിയെടുക്കുന്നത്. ഇവിടെ കൃത്യമായിട്ടും UDF ഭരണത്തിൽ വരുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഫ്രീ ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ മറ്റുള്ള നേതാക്കന്മാർക്ക് അത് ഏറ്റെടുക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയായി. ഇപ്പം നിലവിൽ സിറ്റി സർവീസിലാണ് ഈ ഫ്രീ ടിക്കറ്റ്. ഞങ്ങളതായി ഇപ്പോൾ നിവേദനം കൊടുക്കുന്നുണ്ട്. നിവേദനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ നമ്മളെ സുബ്രഹ്മണ്യ സാറ് 5-6 വർഷം കൊണ്ട് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. 5 വർഷത്തിന് മുമ്പേ നമ്മളൊരു നിവേദനം കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടൽ മൂലം നമ്മളിതാ ഇപ്പോൾ ഒരു നിവേദനമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ട്രാൻസ്പോർട്ട് ബസ്സിലെ കാര്യം മാത്രമല്ല, മെൻസ് കമ്മീഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിയിലും നിവേദനം ഇതാ മുഖ്യമന്ത്രിക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഈ ആഴ്ച ഒരു ഡേറ്റ് അദ്ദേഹത്തിൽ നിന്ന് എടുത്ത് തീർച്ചയായിട്ടും ഉടനെ തന്നെ നിവേദനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 15-ാം തീയതി ബസ്സിൽ ഫ്രീ ടിക്കറ്റ് ഇവർക്ക് സ്ത്രീകൾക്ക് അനുവദിക്കുമ്പോൾ നിങ്ങളിറങ്ങി വരണം. എന്നെ വിളിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല? നമുക്ക് പ്രതികരിക്കണം. നമുക്കും എന്താ പുരുഷന്മാർക്കും ഇളവുകൾ വേണം, ഫ്രീ ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ സംവരണം വേണമെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. നിങ്ങളിറങ്ങി വരൂ. നിങ്ങളവിടെ വീട്ടിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഇരുന്നിട്ടല്ല തള്ളിവിടെ മറിക്കേണ്ടത്. നിങ്ങളും കൂടി ഇറങ്ങി വരൂ. ഈ 15-ാം തീയതി സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ സിറ്റി സർവീസ് ബസ്സുകൾ നമ്മൾ തടയും. അങ്ങനെ ഒരു വലിയൊരു പ്രക്ഷോഭം നടത്താൻ ഞാനുണ്ട് നിങ്ങളുടെ മുൻപിൽ. ശക്തം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും 10-50 ഇരട്ടി വിജയിപ്പിക്കാൻ എനിക്കറിയാം. ഇറങ്ങി വരൂ. നിങ്ങൾ എന്നെ വിളിച്ച് തള്ളിയാൽ പോരാ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തള്ളിയാൽ പോരാ. ഇറങ്ങി വരൂ, വിജയിപ്പിച്ച് കാണിച്ചു തരാം. ജനങ്ങൾ ഇറങ്ങണം. അപ്പോഴറിയാം നമുക്ക് വിജയിപ്പിക്കാൻ അറിയുമോ ഇല്ലെന്ന്. കൃത്യമായിട്ട് വിജയിപ്പിക്കാൻ പറ്റും. എന്തായാലും ഇപ്പം നിവേദനം ഉടനെ കൊടുക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് സീറ്റ് സംവരണം ഉറപ്പായിട്ട് വേണം. സ്ത്രീകളുടെ സീറ്റ് കൂട്ടുകയല്ല ചെയ്യേണ്ടത്. പുരുഷന്മാർ കയറിയാൽ പുരുഷന്മാർക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയിരിക്കണം. സ്ത്രീകൾക്ക് മാത്രമല്ല സംവരണം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സംവരണം കൊടുക്കണമെങ്കിൽ ഇവിടെ വികലാംഗരുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്, കൊടുക്കാമല്ലോ. മറ്റേ 60 വയസ്സിന് മേലുള്ള സീനിയർ സിറ്റിസൺ, അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കാമല്ലോ. സ്ത്രീകൾക്ക് പോലും താല്പര്യമില്ലാത്ത ഈ കേസിന് എന്തിനാണ് സർക്കാർ പോകുന്നത്? സർക്കാർ പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ടും അജണ്ടയുണ്ട്. നമുക്ക് ന്യായമായിട്ട് പറയേണ്ട വാക്കുകളുണ്ട്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് വെറുതെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. തള്ളുകൾ മാത്രം പോരാ, പ്രവർത്തനമാണ് ആവശ്യം നമുക്ക്.
ഇറങ്ങി വരൂ, വിജയിപ്പിക്കാം നമുക്ക്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യൂ, നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.